ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ പ്ലസ് ഇന്നലെ നമ്മൾ കുറച്ച് ലെവൽസ് ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ലെവൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരുന്നു. ആ ലെവൽസിലെ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റ് ആ ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇന്ന് എനിക്ക് വന്ന എൻട്രി മോഡലും അതിൻ്റെ എക്സാക്റ്റ് ലോജിക്കും ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ആ പേജിൽ നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് സെല്ല് ചെയ്യുന്ന ഒരു പേജാണ്. അപ്പോൾ മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, ആ പേജ് മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു പേയ്മെൻറ്റ് രീതിയിലാണ് ഇൻഡിക്കേറ്റേഴ്സ് സെല്ല് ചെയ്യുന്നത്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലും കൂടി ജോയിൻ ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ യൂട്യൂബ് ചാനലിനെ പറ്റിയും അതേപോലെ വീഡിയോസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ടെലിഗ്രാമിലാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടെലിഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഐ ഡി അവിടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഇപ്പോൾ കമൻറ്റായിട്ട് ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് പേഴ്സണലായിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക. ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. നമ്മൾ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എക്സാക്ട്ലി നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഈ രണ്ട് ലെവൽസിലോട്ട് മാർക്കറ്റ് വന്നതിന് ശേഷമായിരിക്കാം മാർക്കറ്റ് ഈ ഒരു ലെവൽ ടേക്ക് ചെയ്യാനുള്ള ഹൈ പ്രോബിലിറ്റി ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ എന്ത് ചെയ്യാം, അപ്സൈഡിലോട്ട് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നടന്ന എന്താണ്, മാർക്കറ്റ് എക്സാക്ട്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസിലോട്ട് മാർക്കറ്റ് വന്നു. അവിടെ നിന്നിട്ട് മാർക്കറ്റ് ഷാർപ്പായിട്ട് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് വന്നു. നമുക്ക് ഈ ഒരു ലെവൽ വരെയുള്ള ടാർഗറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് വരെയുള്ള ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞാൽ 3 മിനിറ്റ്സിൽ ഒരു റെഡ് ക്യാൻഡിൽ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് കറക്റ്റായിട്ട് അപ്സൈഡിലോട്ട് നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റത്തോടു കൂടിയുള്ള പുഷാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഈ ലെവൽസ് വരച്ചേക്കുന്ന ലെവൽസ് ഞാൻ പറഞ്ഞതാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ തൊട്ട് മുന്നത്തെ പ്രീവിയസ് വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലോട്ട് നിങ്ങൾ പോയാൽ മതി. എക്സാക്ട്ലി ഞാൻ ഈ വീഡിയോയുടെ ഈ ഒരു ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കാം മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് ക്ലോസ് തന്നാൽ മാത്രം നമ്മൾ ഡൗൺ സൈഡിലോട്ട് ട്രേഡുകൾ പഞ്ച് ചെയ്യുക എന്ന് ഞാൻ നിങ്ങളോട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ റിയാക്ട് ചെയ്തു. നമ്മൾ ഈ ഒരു പോയിന്റ് വരെ ടാർഗറ്റ് ചെയ്തു ഫസ്റ്റ് ടാർഗറ്റായിട്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, മാക്സിമം നമ്മുടെ പോയിൻറ്റ്സ് നമ്മൾ ട്രയൽ ചെയ്ത് മാക്സിമം എത്ര അപ്സൈഡിലോട്ട് മാർക്കറ്റ് പോകുന്നു അത്രയും അപ്സൈഡിലോട്ട് നമ്മൾ ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു. അപ്പോൾ അതായിരുന്നു ഇന്ന് മാർക്കറ്റിൽ നടന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയി, ഫുൾ ക്വാണ്ടിറ്റിയിൽ നിന്ന് എക്സിറ്റ് ആയി. പിന്നെ നമുക്ക് ഷാർപ്പായിട്ടൊരു ഫോളോ വന്നു. നമുക്ക് ഒരു ട്രേഡ് മാത്രം മതി ഒരു ഡേയിൽ. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓൾമോസ്റ്റ് 160+ പോയിൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഒരു 80 പോയിൻറ്റ്സ് നമ്മളൊരു ഓപ്ഷനിൽ നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റി. അതിൽ കൂടുതൽ, അതും നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ഓൾമോസ്റ്റ് 80 പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇത്രയും നല്ല രീതിയിൽ ട്രേഡ്സ് വരുന്ന ഒരു ടൈം നമുക്ക് കിട്ടാറില്ല. മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നാളത്തെ ഒരു ഡേയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഈ ഒരു വീക്ക് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ ഗ്രീനിൽ തന്നെയാണ് എൻഡ് ചെയ്തത്. അല്ലാതെ ഒരു ദിവസം പോലും ഞാൻ ലോസ് ബെയർ ചെയ്ത് ഇറങ്ങുന്നതായിട്ട് കാണാൻ പറ്റിയില്ല. കാരണം നല്ല രീതിയിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ലെവൽസിനെ എല്ലാം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു മാർക്കറ്റ് ഈ ഒരു വീക്കിൽ മാർക്കറ്റ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ നാളത്തേക്ക് മാർക്ക് ചെയ്തേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെവൽസിനെ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ലെവൽസ് എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയുള്ള ലെവൽസ് അല്ല. ഈ ഒരു ലെവൽസ് നിങ്ങൾക്കൊരു ബേസ് ആയിട്ട് എടുത്തതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ലെവൽസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് പഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നോക്കിയാലും ഡെയിലി പെർസ്പെക്റ്റീവിൽ നോക്കിയാലും നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബെയറിഷ് മാർക്കറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇന്നലത്തെ ഒരു വ്യൂ മാത്രം നമുക്ക് ബുള്ളിഷായിട്ട് തോന്നി. കാരണം മാർക്കറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയിൽ നിന്നിട്ട് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരാനുള്ള ഒരു നല്ല ചാൻസിൽ മാർക്കറ്റ് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, നമുക്ക് അപ്സൈഡിലോട്ടൊരു എൻട്രി പഞ്ച് ചെയ്യാം. കാരണം നമുക്കൊരു പുൾ ബാക്ക് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വീക്ക്ലി ടൈം ഫ്രെയിമിലും അതേപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്തും മാർക്കറ്റ് ഹൈലി ബെയറിഷ് തന്നെയാണ്.
ഡെയിലി പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു. ഇനിയും കൂടുതൽ ഡൗൺ സൈഡിലോട്ട് വരാനുള്ളൊരു പോസിബിലിറ്റി മാത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ മാർക്കറ്റിൽ നടക്കൂ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എപ്പോഴും നിങ്ങൾ നോക്കേണ്ട കാര്യം, ഒന്നുകിൽ മാർക്കറ്റ് ലാസ്റ്റായിട്ട് നല്ല രീതിയിൽ സെല്ലിംഗ് കാണിച്ചൊരു ഏരിയ ഇതാണ് 23,062 എന്ന് പറഞ്ഞ ലെവൽ. അതിന് മുകളിൽ മാർക്കറ്റിന് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം മാക്സിമം അപ്സൈഡിലോട്ടുള്ള എൻട്രികൾ നോക്കുക. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുക, ഡൗൺ സൈഡിലോട്ടുള്ള എൻട്രികൾ മാത്രം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഡൗൺ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റിന് നിൽക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ലെവലിനെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി മാർക്കറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ലെവൽസ് പറഞ്ഞുതരാം. അപ്സൈഡിലോട്ടാണ് നിങ്ങൾ നോക്കുന്നത്, പക്ഷേ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവൽ നോക്കിയാൽ മതി, 23,062. അതിന് മുകളിൽ നിന്ന് ഏതൊരു ടൈമിലും സെല്ലിംഗ് പ്രഷർ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്സൈഡിലോട്ടുള്ള എൻട്രി ആ ഒരു ഏരിയാസിൽ പഞ്ച് ചെയ്യുക. ഡൗൺ സൈഡിലോട്ടാണെങ്കിൽ 23,000 എന്ന് പറഞ്ഞ ലെവലിന് താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 22,956 എന്ന് പറഞ്ഞ ലെവലിലോട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 22,788 എന്ന് പറഞ്ഞ ലെവലിലോട്ടും എത്തുന്നതായിട്ട് കാണാൻ പറ്റും. മാക്സിമം ഈ ലെവൽസ് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്സൈഡിലോട്ട് നമ്മളിനി നല്ല രീതിയിൽ ബുള്ളിഷ് എൻട്രീസ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ 23,235 മുകളിൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേയിലൊക്കെ എന്ത് ചെയ്യാം, അപ്സൈഡിലോട്ടുള്ള നല്ല എൻട്രികൾ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ലെവൽസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ലെവൽസ് അല്ല, നിങ്ങൾക്ക് വേറെ ലെവൽസ് ഉണ്ടെങ്കിൽ ആ ലെവൽസ് തന്നെ മാർക്ക് ചെയ്തിട്ട് ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ട്രേഡുകൾ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.